ഭരിക്കണമെന്ന് നിശ്ചയിക്കാൻ ഉതകും വിധമുള്ള ശക്തി, ആന്ധ്രയിൽ വൻ ഭൂരിപക്ഷത്തോടെയുള്ള മടങ്ങിവരവ്, ഈ രണ്ട് കാര്യങ്ങൾ TDPക്കും പ്രത്യേകിച്ച് ചന്ദ്രബാബു നായിഡുവിന്റെ കുടുംബത്തിനും ആദ്യ ദിവസങ്ങളിൽ തന്നെ വമ്പൻ സാമ്പത്തിക നേട്ടമുണ്ടാക്കി നൽകിയിരിക്കുന്നു. കഴിഞ്ഞ 3 ദിവസമായി TDPയുമായി ബന്ധമുള്ള കമ്പനികളെല്ലാം വമ്പൻ പ്രകടനമാണ് ഓഹരി വിപണിയിൽ നടത്തുന്നത്. ചന്ദ്രബാബു നായിഡുവിന്റെ ഭാര്യ നാരാ ഭുവനേശ്വരിക്ക് വലിയ ഓഹരി പങ്കാളിത്തമുള്ള അമര രാജ എനർജി കമ്പനിക്ക് മാത്രം 500 കോടിയിലധികം രൂപയുടെ നേട്ടമാണ് ഈ ദിവസങ്ങളിൽ ഉണ്ടായത്. ചന്ദ്രബാബുവിന്റെ മകൻ നാരാ ലോകേഷ് പ്രൊമോട്ടറായ ഹെറിറ്റേജ് ഫുഡ്സിന്റെ ഓഹരിയും ആളുകൾ മത്സരിച്ചു വാങ്ങി. അധികാര കേന്ദ്രങ്ങളിലെ TDPയുടെ സ്വാധീനം കമ്പനികൾക്ക് ഗുണമാകുമെന്ന് വിലയിരുത്തിയാണ് ആളുകൾ ഓഹരി വാങ്ങുന്നത്. TDPയുമായി ബന്ധമുള്ള KCP ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഓഹരി വില 18% വർദ്ധിച്ചു. NDAക്കൊപ്പം അടിയുറച്ചു തന്നെ എന്ന് നായിഡു ഇന്ന് പരസ്യമായി പ്രഖ്യാപിക്കുക കൂടി ചെയ്തു. നായിഡുവിന്റെ വരും മാസങ്ങളിലെ രാഷ്ട്രീയ നിലപാടുകൾ ഓഹരി വിപണിയിലും സ്വാധീനം ചെലുത്തുമെന്ന് ചുരുക്കം. In ancient times also we had all resources, but recently we are moving very aggressively. The reason is very clear. We are having leader. That leader is Narendra Modi. Now I proudly propose the name of Sri Narendra Modi ji on behalf of Telugu Desam Party for the post of Prime Minister of this great nation. അധികാരവും മുന്നണി മാറ്റവുമെല്ലാം വിപണിയെ എങ്ങനെ സ്വാധീനിക്കുന്നതിന്റെ ഉദാഹരണമാണ് TDPക്കും ചന്ദ്രബാബു നായിഡുവിന്റെ കുടുംബത്തിനുമുണ്ടായ സാമ്പത്തിക നേട്ടം. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.